എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. റീൽസ് കണ്ട് സമയം പോകുന്നു. ഇങ്ങനെ ചെയ്തു നോക്കൂ. സമൂഹ മാധ്യമങ്ങളെ കുറെ കൂടി സമാധാനത്തോടെ കൈകാര്യം ചെയ്യാൻ ചെറിയ ചില നുറുക്കുവിദ്യകളുണ്ട്. ഒന്നിനും സമയമില്ല, ഈ സമയമെല്ലാം എവിടെ പോകുന്നു എന്ന് ചിന്തിച്ചിട്ടും ഉത്തരമില്ല. ഒടുവിൽ ഫോണിലെ സെറ്റിങ്സിൽ പോയി സ്ക്രീൻ ടൈം നോക്കുമ്പോഴായിരിക്കും ഈ സമയം മുഴുവൻ എവിടെ പോകുന്നുവെന്ന കൃത്യമായ ഒരു ഉത്തരം നമുക്ക് കിട്ടുന്നത്. നിർദോഷമെന്ന് കരുതുന്ന റീൽസുകൾ കാണാൻ പലരും ചെലവഴിക്കുന്നത് 4-5 മണിക്കൂറുകളാണ്. ഇത്രയും മണിക്കൂറുകൾ ചെലവഴിച്ച് കാണുന്ന റീൽസ് ഒടുവിൽ നമുക്ക് തരുന്നത് മാനസിക ഉല്ലാസത്തിന് പകരം മാനസിക സംഘർഷമാണെങ്കിലും എന്ന് നിങ്ങൾ ചിന്തിക്കുക. മറ്റുള്ളവരുടെ സോഷ്യൽ മീഡിയ ജീവിതം കണ്ട് ലോകത്തെല്ലാവരും സന്തോഷിക്കുന്നു. സ്വന്തം ജീവിതമാണെങ്കിൽ സംഘർഷക്കടലെന്ന് കരുതുന്നവരാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. എങ്കിൽ സമൂഹ മാധ്യമങ്ങളെ കുറെ കൂടി സമാധാനത്തോടെ കൈകാര്യം ചെയ്യാൻ ചെറിയ ചില നുറുക്കുവിദ്യകളുണ്ട്. അതെന്താണെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അൺഫോളോ ചെയ്യാൻ പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മനസമാധാനം കളയുന്ന പോസ്റ്റുകൾ ആരുടേതുമാകട്ടെ, മടിയൊന്നും കൂടാതെ അത് അൺഫോളോ ചെയ്യാൻ എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. വ്യാജ സൗഹൃദം നടിക്കുന്നവരെയും ഒഴിവാക്കാൻ ഒട്ടും മടിക്കേണ്ട കാര്യമില്ല. ബ്രേക്കപ്പ് ആയെങ്കിലും എക്സിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോയി ഒളിഞ്ഞു നോക്കുന്ന പതിവുണ്ടെങ്കിൽ അതും വൈകാതെ നിർത്താൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളുടെ സന്തോഷങ്ങളും പങ്കുവയ്ക്കപ്പെടുന്ന റീൽസായിട്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുകയുള്ളൂ നിങ്ങൾ മനസ്സിലാക്കുക. അതേ മറ്റുള്ളവരുടെ പോസ്റ്റുകൾ കണ്ട് അവർ എത്ര സന്തോഷത്തോടെയാണ് ജീവിതം ജീവിക്കുന്നതെന്ന് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കാതെ അത് സ്വന്തം ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷം തരുന്ന ചില നിമിഷങ്ങൾ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കേട്ട നല്ലൊരു പാട്ട്, അല്ലെങ്കിൽ ബാൽക്കണിയിൽ സന്ധ്യയ്ക്ക് ചായയുമായി നിൽക്കുമ്പോൾ കണ്ട സൂര്യാസ്തമയം, അല്ലെങ്കിൽ വായിച്ച പുസ്തകത്തിലെ ഏതാനും വരികൾ, അങ്ങനെ എത്ര എത്ര കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. വൈകണ്ട, അവയെക്കുറിച്ച് ഒരു കുഞ്ഞു കുറിപ്പോ ചിത്രമോ നിങ്ങൾ പങ്കുവയ്ക്കുക. നിങ്ങളുടെ സോഷ്യൽ മീഡിയ ലോകവും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാൽ നിറഞ്ഞ് വലിയൊരു സന്തോഷത്തിൽ എത്തട്ടെ. അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നിങ്ങൾ സഹപാഠികളുമായി നിങ്ങളുടെ രക്ഷിതാക്കൾ താരതമ്യം ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്തവരായിരുന്നില്ല നിങ്ങൾ. പിന്നെ എന്തിനാണ് മറ്റുള്ളവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നോക്കി അവരുമായി നിങ്ങളുടെ താരതമ്യം നിങ്ങൾ ചെയ്യുന്നത്? തന്നെയുമല്ല, സോഷ്യൽ മീഡിയയിൽ ഉയർത്തി കാണിക്കുന്നത് പോലെ ആകണമെന്നില്ല അവരുടെ യഥാർത്ഥ ജീവിതം എന്ന കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ യുക്തിസഹജമായി ചിന്തിക്കുക. സോഷ്യൽ മീഡിയയിലെ ഈ അക്കൗണ്ടുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ആദ്യം ചിലർക്ക് മനോഹരമായ പ്രകൃതി കാഴ്ചകൾ ഇഷ്ടമായിരിക്കും. മറ്റു ചിലർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത് കാണാനായിരിക്കും കൂടുതൽ ഇഷ്ടം. ചിലർക്ക് മോട്ടിവേഷൻ കൂട്ടുകളായിരിക്കും കൂടുതൽ ഇഷ്ടം. ഈ ഇഷ്ടങ്ങൾ എന്തെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ അവ പിന്തുടരുക. മാനസികാരോഗ്യത്തോടൊപ്പം വ്യക്തി എന്ന നിലയിലും കാഴ്ചപ്പാടുകളിലും നിങ്ങൾ പോലും അറിയാതെ ഇവ മാറ്റിയെടുക്കാൻ നിങ്ങളെ സഹായിക്കും എന്ന കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾ ഇത് കേട്ട ഈ കാര്യങ്ങളെല്ലാം ചിന്തിച്ച ശേഷം ഉപയോഗിക്കുക. റീൽസിന്റെ അമിതമായി കാണുന്നത് കുറയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റീൽസുകൾ ഏതാണോ അത് കാണാൻ ശ്രമിക്കുക. അല്ലാത്ത റീൽസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സൗകര്യങ്ങൾ ഏത് കാര്യമാണെങ്കിലും അത് അൺഫോളോ ചെയ്യാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ സൗകര്യങ്ങൾ നിങ്ങൾക്ക് തലവേദനയാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഓൾവേസ് സ്റ്റേ ഗുഡ് ആൻഡ് സ്റ്റേ ഹാപ്പി.